أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم യൗമ യജ്മഉല്ലാഹു റുസുല പ്രവാചകന്മാരെ അള്ളാഹു ഒരുമിച്ച് കൂട്ടുന്ന ഘട്ടം. ഫയഖൂലു എന്നിട്ട് ചോദിക്കും, മാദാ ഉജിബുത്തും നിങ്ങൾക്ക് എന്ത് ഉത്തരമാണ് നൽകപ്പെട്ടത്? ഖാലു ആ പ്രവാചകന്മാർ പറഞ്ഞു, ലാ ഇൽമലന ഞങ്ങൾക്കറിയില്ല. ഇന്നക്ക നിശ്ചയമായും നീയാണ്, അന്ത നീ തന്നെയാണ്, അല്ലാമുൽ ഗുയൂബ് മറഞ്ഞതിനെ ഏറ്റവും നന്നായി അറിയുന്നത്. ഇത് ഖാലല്ലാഹു അള്ളാഹു പറഞ്ഞ സന്ദർഭം, യാ ഈസ ഇബ്ന മറിയം മറിയമിൻ്റെ മകൻ ഈസ, ഉദ്കുർ നീ ഓർക്കുക, നിഅമതി എൻ്റെ അനുഗ്രഹത്തെ, അലൈക്ക നിൻ്റെ മേലിലും, വഅല വാലിദത്തിക്ക നിൻ്റെ മാതാവിൻ്റെ മേലിലും. ഇത് അയ്യത്തുക്ക നിന്നെ നാം ശക്തിപ്പെടുത്തിയപ്പോൾ, ബിറൂഹുൽ ഖുദ്സി പരിശുദ്ധാത്മാവ് കൊണ്ട്, അഥവാ ജിബ്രീലിനെ കൊണ്ട്. തുകല്ലിമുന്നാസ ജനങ്ങളോട് നീ സംസാരിച്ചു, ഫിൽ മഹ്ദി തൊട്ടിലിലും, വ കഹ്ലൻ മധ്യവയസ്സിലും. വ ഇത് അല്ലംതുക നിന്നെ നാം പഠിപ്പിച്ചു, അൽ കിതാബും വൽ ഹിക്മത്ത പ്രയോഗവും സുന്നത്തും, വ തൗറാത്തും, വൽ ഇഞ്ചീലും. വ ഇത് തഖ്ലുഖു നീ സൃഷ്ടിച്ച സന്ദർഭം, മിനത്വീനി മണ്ണിൽ നിന്ന്, കഹൈഅത്തി ത്വയ്രി പക്ഷിയുടെ കോലം, ബി ഇതിനി എൻ്റെ അനുമതിയോടെ, ഫതൻഫുഹു എന്നിട്ട് നീ അതിൽ ഊതും, ഫിഹ അതിൽ, ഫതകൂനു അപ്പോൾ അതാവും, ത്വയ്റൻ അത് പക്ഷിയാകും, ബി ഇതിനി എൻ്റെ അനുമതിയോടെ. വ തുബരി ഉൽ അക്മഹ കുഷ്ഠരോഗിയെ നീ സുഖപ്പെടുത്തും, വൽ അബ്രസ പാണ്ഡുരോഗികളെയും, ബി ഇതിനി എൻ്റെ അനുമതിയോടെ. വ ഇത് തുഖ്രിജുൽ മൗത മരിച്ചവരെ നീ ജീവിപ്പിക്കും, ബി ഇതിനി എൻ്റെ അനുമതിയോടെ. വ ഇത് കഫഫ്തു ഞാൻ തടഞ്ഞതും, ബനി ഇസ്രായീലിൽ നിന്ന് നിന്നെ തടഞ്ഞു, അങ്ക നിന്നെ സംബന്ധിച്ച്, ഇത് ജിഅ്തഹും അവർ കൊണ്ടുവന്നു, ബിൽ ബയ്യിനാത്തി സുവ്യക്തമായത് അവർക്ക് നീ കൊണ്ടുവന്നപ്പോൾ അവരിൽ നിന്ന് നിന്നെ തടഞ്ഞതും. ഫഖാലല്ലദീന കഫറു അങ്ങനെ ആ കാഫിരീങ്ങൾ പറഞ്ഞു, മിൻഹും ആ ബനു ഇസ്രായീലിൽ നിന്നുള്ള, ഇൻ ഹാദ നിശ്ചയമായും ഇത്, ഇല്ലാ സിഹ്റും മുബീൻ ഇത് ഒരു വ്യക്തമായ ആഭിചാരമല്ലാതെ മറ്റൊന്നുമല്ലെന്ന് പറഞ്ഞു. വ ഇത് ഔഹൈതു ഞാൻ വഹയ്യ് നൽകിയ സന്ദർഭവും, ഇലൽ ഹവാരിയീന ഹവാരികൾക്ക് ഞാൻ വഹയ്യ് നൽകിയ സന്ദർഭം, അൻ ആമിനു ബി എന്നിൽ വിശ്വസിക്കുക, വബി റസൂലി എൻ്റെ റസൂലിലും വിശ്വസിക്കുക. ഖാലു അവർ പറഞ്ഞു, ഹവാരികൾ പറഞ്ഞു, ആമന്ന ഞങ്ങൾ വിശ്വസിച്ചു, വഷ്ഹദ് അതുകൊണ്ട് നീ സാക്ഷിയാവുക, ബി അന്നന മുസ്ലിമൂൻ ഞങ്ങൾ മുസ്ലിമീങ്ങളാണ് എന്നതിന് നീ സാക്ഷിയാവുക. ഇത് ഖാലൽ ഹവാരിയൂന ഹവാരികൾ പറഞ്ഞ സന്ദർഭം, യാ ഈസ ഇബ്നു മറിയം മറിയമിൻ്റെ മകൻ ഈസ, ഹൽ യസ്തതിഉ റബ്ബുക നിൻ്റെ റബ്ബിന് ഉചിതമാകുമോ, അൻ യുനസ്സില അലൈന ഞങ്ങൾക്ക് ഇറക്കിത്തരാൻ, മാഇദത്തം മിനസ്സമായി ആ ഉപരിലോകത്ത് നിന്ന് ഒരു ഭക്ഷണത്തളിക ഇറക്കിത്തരൽ നിൻ്റെ റബ്ബിന് ഉചിതമാകുമോ. ഖാല ഈസ അലൈഹിസ്സലാം പറഞ്ഞു, ഇത്തഖുല്ലാ നിങ്ങൾ അള്ളാഹുവിനെ സൂക്ഷിക്കണം, ഇൻ കുന്തും മുഅ്മിനീൻ നിങ്ങൾ മുഅ്മിനീങ്ങളെങ്കിൽ. ഖാലു അവർ പറഞ്ഞു, നുരീദു ഞങ്ങൾ ഉദ്ദേശിക്കുന്നത്, അൻ നഅ്കുല മിൻഹ ആ ഭക്ഷണത്തളികയിൽ നിന്ന് ഭക്ഷിക്കാനും, വ തത്മ ഇന്ന ഖുലൂബുന ഞങ്ങളുടെ ഹൃദയങ്ങൾ ശാന്തമാകാനും, വ നഅലമ ഞങ്ങൾ അറിയാനും, അൻ ഖദ് സദഖ്തന നീ ഞങ്ങളോട് പറഞ്ഞ സത്യങ്ങൾ ഞങ്ങൾക്ക് അനുഭവിച്ചറിയാനും, വ നകൂന അലൈഹ അങ്ങനെ ഞങ്ങൾ അതിൻ്റെ മേലാവാനും, മിനശ്ശാഹിദീൻ ഷാഹിദീങ്ങൾ സാക്ഷികളാവാനുമാണ് ഞങ്ങൾ ആഗ്രഹിക്കുന്നത്. സൂറത്തുൽ മാഇദ നമ്മൾ തുടങ്ങിയിട്ട് ഇതുവരെ, അതായത് ഒരു സമൂഹത്തെ മുന്നിൽ നിർത്തിക്കൊണ്ട് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം സ്വയം ജീവിക്കുകയും, അങ്ങനെ ജീവിക്കുന്ന ഒരു സമൂഹത്തെ ലോകത്തിൻ്റെ മുന്നിൽ നിർത്തുകയും, അവർക്ക് വേണ്ട നിയമനിർദ്ദേശങ്ങളും ഒക്കെ ആയിട്ടാണ് ഈ സൂറത്തുൽ മാഇദ തുടങ്ങി ഇതുവരെ എത്തിയത്. ആ ഖണ്ഡിക ഇവിടെ അവസാനിക്കുകയാണ്. അതിന് നമ്മൾ അടുത്ത് തുടങ്ങുമ്പോൾ അവിടെ ഒരു പൂവിൻ്റെ ചിഹ്നം കാണാം, യൗമ യജ്മഉല്ലാഹു റുസുല എന്ന് പറയുന്നിടത്ത് ഒരു പൂവിൻ്റെ ചിഹ്നം കാണാം. അത് ആ ഖണ്ഡിക അവിടെ അവസാനിച്ചു, പുതിയ ഖണ്ഡിക തുടങ്ങുകയാണ്.
അതിൽ അവസാനം നമ്മളോട് പറഞ്ഞത് അള്ളാഹുവിനെ സൂക്ഷിക്കാനും ആ സൂക്ഷ്മതയോടെ അള്ളാഹു പറഞ്ഞത് കേൾക്കാനും, അത് അങ്ങനെ കേൾക്കുന്നില്ലെങ്കിൽ വല്ലാഹു ലാ യഹ്ദിൽ ഖൗമൽ ഫാസിഖീൻ, അതായത് അങ്ങനെ ചെയ്യാത്തവർക്ക് വേറെ എവിടെ നിന്നും ഹിദായത്ത് കിട്ടാൻ ഒരു മാർഗവുമില്ല എന്ന് അടിവരയിട്ട് പറഞ്ഞുകൊണ്ടാണ്. ഹിദായത്ത് എന്ന് പറയുമ്പോൾ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, അത് ആവശ്യപ്പെട്ടവർക്ക് മാത്രം കിട്ടുന്ന ഒന്നാണെന്നുള്ളതാണ്. ആവശ്യമില്ലാത്തവരെ അടിച്ചേൽപ്പിക്കപ്പെടുന്ന ഒന്നല്ല. അടിച്ചേൽപ്പിക്കപ്പെടുന്ന ഹിദായത്ത് വേറെയുണ്ട്. അത് നമ്മളുടെ പ്രകൃതിപരമായ ഹിദായത്താണ്. എല്ലാ ജീവജാലങ്ങൾക്കും ഉള്ളതുപോലെ നമുക്കുമുണ്ട് അങ്ങനത്തെ ഒരു ഹിദായത്ത്. അതായത് നമ്മളുടെ ഹാർട്ട് നമ്മൾ പറഞ്ഞിട്ടല്ല നടക്കുന്നത്, നമ്മൾ പറഞ്ഞിട്ടല്ല നിൽക്കുന്നത്. അത് നിർബന്ധിതമായ ഒരു ഹിദായത്തുണ്ട്. പക്ഷേ റിസാലത്തിലൂടെ ഹിദായത്ത് അത് മനുഷ്യന് മാത്രം പ്രത്യേകതയാണ്. ആ ഹിദായത്ത് ആവശ്യക്കാർക്ക് മാത്രമേ കിട്ടുള്ളൂ. ആവശ്യമില്ലാത്തവരുടെ മേൽ അടിച്ചേൽപ്പിക്കപ്പെടുന്ന ഒന്നല്ല റിസാലത്തിലൂടെയുള്ള ഹിദായത്ത്. അതിനെക്കുറിച്ചാണ്, ആ ഹിദായത്തിനെ കുറിച്ചാണ് അള്ളാഹു ഇതുവരെ നമുക്ക് ഈ സൂറയിലൂടെ പറഞ്ഞു തന്നത്. ഇനി പറയാൻ പോകുന്നത് ഈ എല്ലാ സമുദായത്തെയും, എല്ലാ സമൂഹങ്ങളെയും, പ്രവാചക സമൂഹങ്ങളെ മുഴുവൻ അള്ളാഹു വിചാരണ ചെയ്യും. ഫകൈഫ ഇദാ ജിഅ്നാ മിൻ കുല്ലി ഉമ്മത്തിൻ ബിശഹീദിൻ വജിഅ്നാ ബിക അലാ ഹഉലാഇ ഷഹീദാണ്. എല്ലാ ഉമ്മത്തുകളെയും അവരുടെ പ്രവാചകന്മാരെ സാക്ഷി നിർത്തി അള്ളാഹു വിചാരണ ചെയ്യും. നമ്മളെയും മുഹമ്മദ് റസൂലിനെ സാക്ഷി നിർത്തി നമ്മളെയും അള്ളാഹു വിചാരണ ചെയ്യും. ഒരു ഉമ്മത്ത് എന്ന് നമ്മൾ പറയുമ്പോൾ ഒരു റസൂല് കഴിഞ്ഞ് അടുത്ത റസൂല് വരെയുള്ളവരാണ് ഒരു ഉമ്മത്ത്. അപ്പോൾ മൂസാ നബി അലൈഹിസ്സലാമിൻ്റെ ഉമ്മത്ത് ഈസാ നബി അലൈഹിസ്സലാമിൻ്റെ വരെയുള്ള ഉമ്മത്താണ്, അല്ലെങ്കിൽ മുഹമ്മദ് റസൂൽ വരെയുള്ള ആളുകളാണ് ആ ഉമ്മത്ത്. മുഹമ്മദ് റസൂലിൻ്റെ ഉമ്മത്ത് ഇനി ലോകാവസാനം വരെയുള്ള എല്ലാവരുമാണ്. അപ്പോൾ അതിനെക്കുറിച്ചാണ് ഇനി പറയുന്നത്. ആദ്യം തന്നെ പ്രവാചകന്മാരെയാണ് അള്ളാഹു ഒരുമിച്ച് കൂട്ടി വിചാരണ ചെയ്യുക. എന്നിട്ട് അവരോട് അള്ളാഹു ചോദിക്കുന്നത് ഫയഖൂൽ, എന്നിട്ട് ചോദിക്കും മാതാ ഉജിബുത്തും, എന്താണ് നിങ്ങൾക്ക് ഈ പ്രബോധിത സമൂഹം നിങ്ങൾക്ക് എന്ത് മറുപടിയാണ് നിങ്ങളുടെ ഈ പ്രബോധനത്തോട് അവർ സ്വീകരിച്ചത് എന്ന് ചോദിക്കും. സാധാരണഗതിയിൽ ഒരു പ്രവാചകൻ അല്ലെങ്കിൽ നമ്മളാരെങ്കിലും ആണെച്ചെങ്കിൽ പറയാം കുറേ ആളുകൾ വിശ്വസിച്ചു അല്ലെങ്കിൽ കുറേ ആളുകൾ തള്ളിക്കളഞ്ഞു, അങ്ങനെ പറയാം. പക്ഷേ ഈ പ്രവാചകന്മാർ പറയുന്നത് അങ്ങനെയല്ല. കാലു ലാ ഇൽമ ലനാ, ഞങ്ങൾക്ക് ഒന്നും അറിയില്ല എന്നാണ്. അതെന്താ അങ്ങനെ പറയണമെന്ന് ചോദിച്ചാൽ സർവജ്ഞനായ ഒരു ശക്തിയാണ് ചോദിക്കുന്നത്. ഒരു പ്രവാചകൻ്റെ അറിവ് എന്ന് പറഞ്ഞാൽ ബാഹ്യമായ അറിവാണ്. ഇപ്പോൾ വിശ്വസിച്ചവരെന്നെ എല്ലാവരും യഥാർത്ഥത്തിൽ വിശ്വസിച്ചിട്ടുണ്ടോ എന്നുള്ളത് ഒരു റസൂലിന് അറിയില്ല. അപ്പോൾ അള്ളാഹുവിൻ്റെ മുന്നിലും മറുപടി പറയാൻ ഏറ്റവും നല്ല മറുപടി അതാണ്. കാരണം അതാണ് സമഗ്രമായ മറുപടി. മറ്റതൊക്കെ ഒരു അജ്ഞത നിലനിൽക്കുന്ന മറുപടിയാവും. നമ്മൾ അങ്ങനെ കുറേ ആളുകൾ വിശ്വസിച്ചു, കുറേ ആൾ ഇങ്ങനായി എന്നൊക്കെ പറഞ്ഞാൽ. അപ്പോൾ അള്ളാഹുവിൻ്റെ മുന്നിൽ കൊടുക്കാൻ പറ്റുന്ന ഏറ്റവും നല്ല മറുപടി അതാണ്. അതിൻ്റെ കാരണം എന്താ വെച്ചാൽ ഇന്നക്ക, നിശ്ചയമായും നീയാണ്, നീ തന്നെയാണ് അല്ലാമുൽ ഗുയൂബ്, എല്ലാം മറഞ്ഞു കിടക്കുന്ന കാര്യങ്ങളും ഏറ്റവും നന്നായി അറിയുന്നത് നീ തന്നെയാണ്. അതുകൊണ്ട് ഞങ്ങൾക്ക് ഒന്നും അറിയില്ല. അതായത് അവരുടെ സാക്ഷ്യം അവിടെ അങ്ങനെ പൂർത്തീകരിക്കുകയാണ്. ഇനി വേറൊരു സംഭവത്തിലേക്ക് കിടക്കുകയാണ്. ഇത് ഈസാ നബി അലൈഹിസ്സലാമിനെ വിചാരണ ചെയ്യാണ്. ഈസാ നബി അലൈഹിസ്സലാമിനെ വിചാരണ ചെയ്യുന്ന അതിൻ്റെ തുടക്കമാണ്. എന്തുകൊണ്ട് ഈസാ നബി എന്നുള്ളൊരു ചോദ്യമുണ്ട്. എന്തുകൊണ്ടാണ് ഈ പ്രവാചകന്മാരിൽ ഈസാ നബി അലൈഹിസ്സലാമിനെ ചോദ്യം ചെയ്യുന്നത്? ആദ്യം തന്നെ തുടക്കം ഇത് ഖാലല്ലാഹു യാ ഈസ ഇബ്ന മറിയം എന്നാണ്. മറിയമിൻ്റെ മകൻ ഈസയോടാണ് ചോദിക്കുന്നത്. രണ്ട് നിഷേധങ്ങൾ അതിലുണ്ട്. ഒന്ന്, ജൂതന്മാർ പറഞ്ഞു വരുത്തിയ ഈസാ നബി അലൈഹി ഇസ്ലാമിനെ കുറിച്ച് വ്യാജ പരാമർശങ്ങളുണ്ട്. അതായത് വ്യഭിചാര സന്തതിയാണ്, പാന്തറിൻ്റെ മകനാണ്, അങ്ങനെയൊക്കെയുള്ള കുറേ സംഭവങ്ങളുണ്ട്. അതിൻ്റെ ഒരു നിഷേധമുണ്ട്. രണ്ടാമത് തച്ചനായ ജോസഫിൻ്റെ മകനാണ് എന്നുള്ള ഇപ്പുറത്തുള്ള സംഭവമുണ്ട്. ഇത് രണ്ടിനെയും നിഷേധിച്ചുകൊണ്ടാണ് ഇബ്നു മറിയം, മറിയത്തിൻ്റെ മകനായ ഈസ എന്ന് വിളിച്ചുകൊണ്ടാണ്. അപ്പോൾ അതിൻ്റെ തുടക്കം തന്നെ അങ്ങനെയാണ്. അതിൻ്റെ ക്ലാരിറ്റി വരുത്തിക്കൊണ്ടാണ് ഇതിൻ്റെ തുടക്കം തന്നെ ആ ചോദ്യം. എന്നിട്ട് ഉദ്കുർ നിഅമതി അലൈക, നിനക്ക് മേൽ ഞാൻ ചെയ്ത, അവിടെയൊക്കെ അതിൻ്റെ നിഷേധങ്ങളുണ്ട്. കാരണം നമ്മൾ ഈ പരിചയപ്പെടുത്തപ്പെടുന്ന ഈ ക്രിസ്തു എന്നൊക്കെ പരിചയപ്പെടുത്തുന്നത്
അള്ളാഹുവിൻ്റെ പുത്രനായിട്ടാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ വേറെ ആരും നിയമത്തൊന്നും ഇങ്ങോട്ട് ആവശ്യമില്ലാത്ത സംഭവമാണ്. ദൈവമോ ദൈവപുത്രനോ, അതായത് മൂന്നിലൊന്ന് എന്നൊക്കെ പറഞ്ഞിട്ടുള്ള സംഭവം. അപ്പോൾ അതിനൊക്കെ നിഷേധിച്ചുകൊണ്ടാണ് ഈ വർത്തമാനം. ഉദുക്കുറി നിഅമതി, എൻ്റെ അനുഗ്രഹം, അലൈക്ക നിൻ്റെ മേലിലും, വഅല വാലിദത്തിക്ക നിൻ്റെ മാതാവിൻ്റെ ഞാൻ ചെയ്ത അനുഗ്രഹം. ആ സംഭവങ്ങളൊക്കെ ഓർത്ത് കൊണ്ടാണ് വിചാരണ തുടങ്ങുന്നത്. ഈസാ നബിയുടെ വിഷയം എന്ന് പറഞ്ഞാൽ ഇങ്ങനെ പല സംഭവങ്ങളും. ഈസാ നബി അലൈഹിസ്സലാം എന്ന് പറയുന്നത് ഒരു പ്രവാചകത്വ പരമ്പരയുടെ സമാപ്തിയാണ്. അതായത് ബനൂ ഇസ്രായേലിയരെ, സുദീർഘമായ ബനൂ ഇസ്രായേലിയരിൻ്റെ ആ പ്രവാചകത്വ പരമ്പരയുടെ അവസാനമാണ് ഈസാ അലൈഹിസ്സലാം. ഇനി പ്രവാചകത്വം തുടരുക ബനൂ ഇസ്മായിലിലാണ്, അതായത് മുഹമ്മദുർ റസൂലിലാണ്. അതോടുകൂടി പ്രവാചകത്വ പരമ്പര മുഴുവൻ അവസാനിക്കുകയാണ്. ആ വിഷയം റസൂൽ ഈസാ നബി അലൈഹിസ്സലാം വളരെ വ്യക്തമായിട്ട് പ്രവചിച്ച ഒരു പ്രവാചകനാണ് ആര്? ഈസാ അലൈഹിസ്സലാം. സാധാരണഗതിയിൽ വേദങ്ങളുടെ ഒക്കെ ഒരു രീതി എന്ന് പറഞ്ഞാൽ സൂചനകളിലൂടെ പറയുകയും ചെയ്യാം. അതായത് അറിവുള്ളവർക്ക് അതിൽ നിന്ന് അത് ഉരുത്തിരിച്ചെടുക്കാവുന്ന രൂപത്തിൽ. പക്ഷേ ഈസാ നബി മുഹമ്മദ് റസൂലിനെ കുറിച്ച് പറഞ്ഞത് അങ്ങനെയല്ല, പേരെടുത്ത് പറഞ്ഞിട്ടാണ്. മുഹമ്മദ് എന്ന് അത് സൂറത്തു സഫിലാണ്, 6-ാമത്തെ ആയത്താണ്. അതായത് പേരെടുത്ത് പറഞ്ഞുകൊണ്ടാണ് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമിനെ ഈസാ നബി അലൈഹിസ്സലാം പരിചയപ്പെടുത്തിയത്. അത് ഒന്നാമത്തെ കാര്യമാണ്. കാരണം എന്താണെന്ന് വെച്ചാൽ ഈസാ നബി അലൈഹിസ്സലാമിൻ്റെ വിഷയം എന്ന് പറഞ്ഞാൽ അതീവ സങ്കീർണമായൊരു വിഷയമാണ്. കാരണം ആ വിശ്വാസികളെ വിശ്വാസം നിലനിർത്തണമെന്നുള്ള വിശ്വാസികളെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയുമായി കണക്റ്റ് ചെയ്യേണ്ട ബാധ്യത ഈസാ നബി അലൈഹിസ്സലാമിനുണ്ട്. അതാണ് ഈസാ നബി അലൈഹിസ്സലാമിൻ്റെ നിയോഗത്തിൻ്റെ വലിയൊരു ലക്ഷ്യം. അതുകൊണ്ട് തന്നെ മറ്റൊരു പ്രവാചകന്മാരും അങ്ങനെ കാണിക്കാത്ത ധാരാളം മുഅ്ജിസത്തുകളെ കൊണ്ട് ഈസാ നബി അലൈഹിസ്സലാമിന് അള്ളാഹു അനുഗ്രഹിച്ചിട്ടുണ്ട്. കാരണം പ്രവാചകനാണ്, അള്ളാഹുവിൻ്റെ റസൂലാണ് എന്നുള്ള കാര്യത്തിൽ ഒരു മനുഷ്യർക്കും ചിന്തിക്കുന്ന, ഒരു മനുഷ്യർക്കും കാണുന്ന, ഒരു മനുഷ്യർക്കും ഒരു സംശയം തോന്നാത്ത വിധത്തിൽ അങ്ങനെ, അതായത് മരിച്ചവരെ ജീവിപ്പിക്കുക, പക്ഷിക്കോലമുണ്ടാക്കി അതിനെ പക്ഷിയാക്കി പറത്തുക, കുരുടന്മാരെയും കണ്ടു കാണാത്തവരെയും പാണ്ഡുരോഗികളെയും കുഷ്ഠരോഗികളെയും അങ്ങനെ അക്കാലത്ത് മാറാരോഗം എന്ന് പറയുന്ന എല്ലാ രോഗങ്ങളെയും യാതൊരു മരുന്നും കൂടാതെ, നമ്മളിന്ന് പറഞ്ഞ മാതിരി കുറേ മന്ത്രവും കുറേ കൊട്ടൻ ചുക്കാതിയും അങ്ങനെയൊന്നുമല്ല. അതായത് ഒന്നുമല്ലാതെ ബാഹ്യമായ യാതൊരു ഭൗതികമായ യാതൊന്നുമില്ലാതെ അങ്ങ് സുഖപ്പെടാൻ പറഞ്ഞാൽ അങ്ങ് സുഖപ്പെടുന്ന രൂപത്തിൽ ആർക്കും കാണാവുന്ന വിധത്തിൽ ചെയ്യാം. ഇങ്ങനൊക്കെ വലിയ മുഅ്ജിസത്തുകളോടെ വന്നത് എന്തിനാണെന്ന് ചോദിച്ചാൽ ആർക്കും ഒരു സംശയം നിലനിൽക്കാതിരിക്കാനാണ്. അതായത് വിശ്വാസത്തിൻ്റെ എന്തെങ്കിലും കണികയുണ്ടെങ്കിൽ അത് ഊതിക്കത്തിച്ച് അത് പാളി പിടിപ്പിക്കാൻ വേണ്ടിയിട്ട് തന്നെയാണ് ഈസാ നബി അലൈഹിസ്സലാം വന്നത്. ആ ഈസാ നബി അലൈഹിസ്സലാമിനെ കുറിച്ചാണ് ഒരു നബിമാരും കേൾക്കാത്ത ദുരാരോപണങ്ങൾ ഈ സമൂഹത്തിലുണ്ടായി. വേറൊരു നബിമാർക്കും ഈസാ നബി അലൈഹിസ്സലാമിൻ്റെ ചരിത്രത്തെ വികൃതമാക്കിയതുപോലെ ഒരു നബിയുടെയും ചരിത്രം വികൃതമാക്കപ്പെട്ടിട്ടില്ല. അപ്പോൾ അതുകൊണ്ട് തന്നെയാണ് ഈസാ നബി അലൈഹിസ്സലാമിനെ ആ വിചാരണക്ക് ഇതിൽ എടുക്കുന്നത്. ഇത് അയ്യത്തുക്ക ബി റൂഹുൽ ഖുദുസ് എന്ന് നമ്മൾ പറയുമ്പോൾ ജിബ്രീൽ അലൈഹിസ്സലാമാണ്. റൂഹുൽ ഖുദുസ് കൊണ്ട് താങ്കളെ ഞാൻ ശക്തിപ്പെടുത്തി. വാസ്തവത്തിൽ എല്ലാ പ്രവാചകന്മാർക്കും ഉണ്ട് ഈ റൂഹുൽ ഖുദുസ്, റസൂലിനും ഒക്കെ ഉണ്ട്. പക്ഷേ ഈസാ നബിയെക്കുറിച്ച് അത് പറയുമ്പോഴെന്താണെന്ന് ചോദിച്ചാൽ അത് പ്രത്യേക ഊന്നലുണ്ട്. കാരണം ഈസാ നബി ഒക്കെ സ്വന്തം ചെയ്തു എന്നാണ് നമ്മൾ കേൾക്കുന്നത്. കാര്യങ്ങൾ അങ്ങനെയാണ് പുറത്തുനിന്ന്, ഈ ഖുർആനിൽ നിന്നല്ലാത്ത ഇവിടുന്ന് നമ്മൾ അങ്ങനെ കേൾക്കുക. അപ്പോൾ അതൊക്കെ പ്രത്യേകം എടുത്തു പറയാം. തുകല്ലിമുന്നാസ, നാസിനോട് നീ സംസാരിച്ചു, ഫിൽ മഹ്ദി തൊട്ടിലിൽ സംസാരിച്ചു. ഇത് സൂറത്തു മറിയമിലുണ്ട്. ഉഖ്ത ഹാറൂന മാ കാന അബൂകി ഇംറഅ സൗഇൻ വമാ കാനത് ഉമ്മുകി ബഗിയ. ആ പ്രസവിച്ച് മറിയം അലൈഹിസ്സലാം പ്രസവിച്ച് ആ കുട്ടിയായപ്പോൾ യഹൂദർ, അതായത് ബനൂ ഇസ്രായേലിയർ അവരെ ചോദ്യം ചെയ്യാൻ വന്നതാണ്. എന്നിട്ട് ചോദിക്കാം, ഹാറൂൻ്റെ സഹോദരി താങ്കളുടെ മാതാവ്, താങ്കളുടെ പിതാവ് ഒന്നും മോശപ്പെട്ടവരായിരുന്നില്ലല്ലോ എന്ന്. അതിൻ്റെ അർത്ഥം എന്താ? എന്നിട്ട് ഉയ്യന്തേ ഇങ്ങനെ ആയി എന്നുള്ളതാണ്. അപ്പോഴാണ് ആ ഉമ്മാനെ അതിൽ നിന്ന് മോചിപ്പിക്കാൻ വേണ്ടിയാണ് ആ തൊട്ടിൽ നിന്ന് മറിയം ബീവി അപ്പോൾ ചെയ്തത്. ഫഅശാറത്ത് ഇലൈഹി ഖാലു കൈഫ നുകല്ലിമു മൻ കാന ഫിൽ മഹ്ദി സബിയ്യാന. മറിയം ബീവി ആ തൊട്ടിലേക്ക് ചൂണ്ടിയപ്പോൾ അവർ ചോദിക്കുക, ഈ കുട്ടിയോട് ഞങ്ങൾ എന്ത് പറയാനാണ്?
അത് പിന്നെ സൂറത്തു മറിയമിലുണ്ട്, ഇന്നി അബ്ദുള്ള എന്നൊക്കെ പറഞ്ഞിട്ട് ഈസാ നബി അലൈഹിസ്സലാം അവിടെ സംസാരിക്കുന്നത്. കഹ്ല എന്ന് പറയുന്നിടത്തുണ്ട് ഒരു സംഭവം. അതായത് ബൈബിൾ അനുസരിച്ച് ഈസാ നബി അലൈഹിസ്സലാം അത്ര കാലമൊന്നും ജീവിച്ചിട്ടില്ല, 30-35 വയസ്സ് വരെയുള്ളൂ. ഇവിടെ കഹ്ല് എന്ന് പറയുമ്പോൾ ഒരു മധ്യവയസ്സുണ്ട്. അപ്പോൾ എന്താണെന്ന് ചോദിച്ചാൽ അതിലുമുണ്ട്. പക്ഷേ യോഹന്നാൻ 8:57 ബൈബിളിൽ നമ്മൾ നോക്കിയാൽ യോഹന്നാൻ്റെ സുവിശേഷത്തിൽ നമുക്ക് കാണാം, ഇബ്രാഹിം നബി അലൈഹി ഇസ്ലാമിനെ ഞാൻ കണ്ടു എന്നൊക്കെ പറയുന്ന ഈസാ നബി അലൈഹി ഇസ്ലാമിൻ്റെ ആ വർത്തമാനത്തിലിടക്ക് അവർ ചോദിക്കുന്നുണ്ട്, നിനക്ക് 50 വയസ്സ് തികഞ്ഞിട്ടില്ലല്ലോ എന്ന്. അതിൻ്റെ അർത്ഥം എന്താ? 50 വയസ്സാകാനായ ഒരാളോടല്ലേ അങ്ങനെ പറയുള്ളൂ, അല്ലാതെ പറയില്ലല്ലോ. അപ്പോൾ അതിലേക്കുള്ള സൂചന, ഈ കഹ്ലിൻ്റെ സൂചന, കഹ്ൽ എന്ന് പറഞ്ഞാൽ മധ്യവയസ്സ്, ഈ മധ്യവയസ്സിലേക്കുള്ള സൂചന ബൈബിളിൽ തന്നെയുണ്ട്. ഇനി ഇത് അല്ലം തുക്കൽ കിതാബ് വൽ ഹിക്മത്ത, ഈ പ്രയോഗവും ഖുർആനിൽ ഈസാ നബി അലൈഹി സ്വലാമിനെ സംബന്ധിച്ചേ ഉള്ളൂ. അതായത് തൗറാത്തും ഇഞ്ചീലും നിനക്ക് പഠിപ്പിച്ചു, പക്ഷെ അതിൻ്റെ മുമ്പേ ഒരു കിതാബുമുണ്ട്, ഒരു ഹിക്മത്തുമുണ്ട്. അതേതാന്നുള്ളതിൽ പല വ്യാഖ്യാനങ്ങളും നമുക്ക് കാണാം. പക്ഷെ നമുക്ക് ഈ ഖുർആനിൽ നിന്ന് എനിക്ക് മനസ്സിലാവുന്നൊരു കാര്യം, ഈസാ നബി അലൈഹി ഇസ്ലാമിന് മറ്റു പ്രവാചകന്മാർക്കൊന്നുമില്ലാത്ത ഒരു രണ്ടാമത്തെ നിയോഗമുണ്ട്. അത് ഹദീസ് കൊണ്ട്, മുത്തവാത്തിറായി ഹദീസുകളെ കൊണ്ട് സ്ഥിരപ്പെട്ടതാണ്. അതായത് ഈസാ നബി ഒന്നും കൂടി ഭൂമിയിലേക്ക് വരുന്നുണ്ട്. ഈ ഒന്നുകൂടി ഭൂമിയിലേക്ക് വരുമ്പോൾ ഈസാ നബി അലൈഹി ഇസ്ലാം ജീവിക്കുന്നതും മരിക്കുന്നതും റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമിൻ്റെ ശരീഅത്തിലായിക്കൊണ്ടാണ്. ഈസാ നബി അലൈഹി ഇസ്ലാം വന്നത് തൗറാത്തിൻ്റെ ശരീഅത്തിലായിക്കൊണ്ടാണ്. തൗറാത്തിൻ്റെ ശരീഅത്തിൻ്റെ വക്താവും പ്രയോക്താവുമായിരുന്നു ഈസാ നബി അലൈഹിസ്സലാം. ആ ഈസാ നബി ഇഞ്ചീലിൽ പിന്നെ ഈസാ നബിക്ക് കൊടുക്കുന്നത് അവർ ആ വെറും ഒരു പുസ്തകം മാത്രമാക്കി പരിഗണിച്ചിരുന്ന തൗറാത്തിനെ, അതായത് ഇപ്പം ഇന്ന് നമ്മൾ ഖുർആനിനൊക്കെ ഏറെക്കുറെ അങ്ങനെ ആക്കിയ പോലെ, അതായത് മരിച്ചു കൊടുത്തോതാനും കലക്കി കുടിക്കാനും ഒക്കെ ആക്കിയ പോലെ അങ്ങനത്തെ ഒരു സാധനമാക്കി അതിന് പുതുജീവൻ നൽകാൻ വേണ്ടിയാണ് ഇഞ്ചീൽ ഉണ്ടാവുന്നത്. അല്ലാതെ മൂസാ നബിയുടെ ശരീഅത്ത് കൂടാതെ ഈസാ നബിക്ക് വേറൊരു ശരീഅത്തില്ല. അതിൻ്റെ മുമ്പ് ഈ കിതാബും ഹിക്മത്തും പഠിപ്പിച്ചു എന്ന് വന്നാൽ ഇനി വരുന്ന ഘട്ടത്തിൽ, ഇനി ഈസാ നബി രണ്ടാമത് വരുന്ന ഘട്ടത്തിൽ ഈ മുഹമ്മദുർ റസൂലിൻ്റെ ശരീഅത്തും ഈ ഖുർആനും അനുസരിച്ചാണ് ഈസാ നബി അലൈഹിസ്സലാം ജീവിച്ചു മരിക്കുന്നത്. അതാണ് അൽ കിതാബും വൽ ഹിക്മത്തും എന്ന് പറയുന്നതാണ് എനിക്ക് മനസ്സിലാവുന്നത്. വേറെയും അതിന് വ്യാഖ്യാനങ്ങളുണ്ട്, നമ്മളതിനെ തള്ളിക്കളയുന്നില്ല. പക്ഷേ ഇങ്ങനെ കാരണം ഈസാ നബി അലൈഹി സ്വലാമിനെ സംബന്ധിച്ച് മാത്രമേ ഈ ആദ്യം വേദത്തിൻ്റെ മുമ്പ് ഈ കിതാബ് ഹിക്മത്ത് എന്ന് പറയുന്നുള്ളൂ, വേറെ ആരെ പറ്റിയില്ല. അതായത് ആ രണ്ടാം വരവിലേക്കുള്ള സൂചന കൂടി അതിലുണ്ട് എന്നാണ് ഞാൻ പറയുന്നത്. ഈസാ നബി അലൈഹി സ്വലാം രണ്ടാമത് വരുന്നതിൻ്റെ ആ സൂചന കൂടി ഇതിലുണ്ട്. വേറെ ഈ വ്യാഖ്യാനം ഞാൻ നോക്കിയ തഫ്സീറുകളിലൊന്നും കാണാനില്ല. അപ്പോൾ ഈ പറഞ്ഞ വിഷയം തഫ്സീറുകളിൽ കാണില്ല. അവർ പറയുന്നത് വേറെ ഈസാ നബി അലൈഹി സ്വലാമിനെ എഴുത്ത് പഠിപ്പിച്ചിട്ടുണ്ടായിരുന്നു, അങ്ങനത്തെ ഉള്ള കുറേ വ്യാഖ്യാനങ്ങളാണ്. അല്ലെങ്കിൽ ടോട്ടൽ ഗ്രന്ഥത്തിൻ്റെ ഒരു കിതാബിൻ്റെ അൽ കിതാബിൻ്റെ പക്ഷേ അങ്ങനെ പറഞ്ഞാൽ മാത്രം അത് മതിയാവണില്ല തോന്നുന്നുണ്ട്. കാരണം ഇത് ഈസാ നബി അലൈഹി സ്വലാമിനെ കുറിച്ച് മാത്രമാണ് ഈ കിതാബും ഹിക്മത്തും എന്ന് പറയുന്നത് ഈ വേദത്തിൻ്റെ മുമ്പേ ഉള്ള പരാമർശമുള്ളത്. 1-2 സ്ഥലത്തെ അങ്ങനെയുള്ളൂ. തന്നെയല്ല ഖുർആനിൽ വേറൊരു സ്ഥലത്ത് നിസായിൽ നമ്മൾ പഠിച്ചു കൊടുത്ത് 159 വ ഇമ്മിൻ അഹ്ലിൽ കിതാബി ഇല്ലാലി യുഅ്മിനന്ന ബിഹി ഖബ്ല മൗതി വ യൗമൽ ഖിയാമത്തി യകൂനു അലൈഹിം ഷഹീദാന്ന്. അത് ഈസാ നബിനെ കുറിച്ചിട്ടാണ്. അതായത് ഈസാ നബിയുടെ യഥാർത്ഥ മരണത്തിൻ്റെ മുമ്പേ അദ്ദേഹത്തിൽ വിശ്വസിക്കാത്തവരായിട്ടൊരു വേദക്കാരും ഉണ്ടാവില്ല എന്നാണ്. ഒരു വേദക്കാരും ഉണ്ടാവില്ല. ഒന്നാമത്തെ കാര്യമാണെന്ന് വെച്ചെങ്കിൽ അന്ന് ജീവിക്കുന്ന വേദക്കാർക്കൊക്കെ മനസ്സിലാവും നമ്മൾ ഇതുവരെ അറിഞ്ഞു പോകുന്ന ഈസല്ല യഥാർത്ഥ ഈസ. അതവർക്ക് മനസ്സിലാവും. ഈസാ നബി ഇറങ്ങി വന്നാൽ മനസ്സിലാവും. രണ്ടാമത്തെ അതിൻ്റെ ഒരു വ്യാഖ്യാനം എന്താണെന്ന് ചോദിച്ചാൽ ഓരോ വേദക്കാരും എന്ന് പറയുമ്പോൾ ഇപ്പോൾ ഈസാ നബീനെ എതിർത്ത യഹൂദരാണെങ്കിലും ഈസാ നബീനെ ദൈവമാക്കിയ ക്രിസ്ത്യാനികളാണെങ്കിലും അവർ രണ്ട് കൂട്ടർക്കും മനസ്സിലാവും എപ്പോൾ അയാളുടെ മരണത്തിൻ്റെ മുമ്പേ, കാരണം മരണം എന്ന് പറയുന്നത് എല്ലാവരുടെയും മറകൾ നീങ്ങുന്ന ഒരു ഘട്ടമാണ്. അതുവരെയുള്ള ധരിച്ചു വച്ചിരുന്ന ധാരണകളെ മുഴുവൻ തകിടം മറിക്കുന്ന ഒന്നാണ് മരണം. അപ്പോൾ ഈസാ അലൈഹി ഇസ്ലാം ദൈവമായിരുന്നില്ല എന്ന് ക്രിസ്ത്യാനിക്കും മനസ്സിലാവും, ഈസാ അലൈഹി ഇസ്ലാം ഒരു ശപിക്കപ്പെട്ടവനായിരുന്നില്ല എന്ന് യഹൂദർക്കും മനസ്സിലാവും. ഈസാ നബി അലൈഹി ഇസ്ലാമിനെ കുറിച്ച് യഥാർത്ഥത്തിൽ അതിൻ്റെ യാഥാർത്ഥ്യത്തോടെ വിശ്വസിക്കുന്ന ഒരൊറ്റ കൂട്ടരേ ഉള്ളൂ, അത് മുസ്ലിമീങ്ങളാണ്. വേറെ ആർക്കും ആ പരിപാടിയില്ല. അപ്പോൾ അതാണ് ഒന്നിൻ്റെ ഒന്ന്.
ഇത് തഖലുക്കു നീ സൃഷ്ടിച്ചപ്പോഴും, ഇതൊക്കെ ഇവിടെ പറയണത് എന്തിനാന്ന് ചോദിച്ചാൽ ഈസാ നബി അലൈഹിസ്സലാം അദ്ദേഹത്തിൻ്റെ സ്വന്തം കഴിവ് കൊണ്ടായിരുന്നില്ല ഈ ചെയ്തതൊന്നും എന്നുള്ളത് അവിടെ ഈ അങ്ങനെ വിശ്വസിച്ചവരുടെ മുന്നിൽ ഈസാ നബി അലൈഹിസ്സലാം തന്നെ സാക്ഷ്യം കൊടുക്കുകയാണ്. ഈസാ നബീനെ മുന്നിൽ നിർത്തിയിട്ടാണ് അള്ളാഹു ഈ കാര്യങ്ങൾ, ഇത് ഇവിടെ നടക്കുന്ന കാര്യമല്ല, ഇത് പരലോകത്ത് വിചാരണ നടക്കുന്ന കാര്യം, അവിടെ വെച്ചിട്ട് ഇത് അവർക്ക് തെളിയിപ്പിച്ചു കൊടുക്കുകയാണ്. ഇത് തഖലുക്കു മിനത്തീനി, തീൻ എന്ന് പറഞ്ഞാൽ മണ്ണിൽ നിന്ന് ഹൈഅത്തി ത്വയ്രി, പക്ഷിക്കോലം, പക്ഷികളുടെ കോലമുണ്ടാക്കി ബി ഇദിനി, അതവിടെയൊക്കെ പറയുമ്പോൾ ഇദിനി എന്ന് പറയുന്നുണ്ട്. അതായത് ഖുർആൻ ഇവിടെ പറയുന്നത് എൻ്റെ അനുവാദത്തോടെ എൻ്റെ അനുമതിയോടെ എന്നാണ്. ഇതേ വിഷയങ്ങൾ ഏറെക്കുറെ ഈ സംഭവങ്ങളൊക്കെ ബൈബിളിലും പറയുന്നുണ്ട്. പക്ഷെ ഒരുത്തിൽ പോലും ബി ഇദിനി നിങ്ങൾ കാണില്ല, ഇദിനി എന്ന് കാണില്ല. അതായത് എൻ്റെ അനുവാദത്തോടെ എന്ന് പറഞ്ഞാൽ അള്ളാഹുവിൻ്റെ അനുമതിയോടെയാണ് ഈസ ഇത് ചെയ്യുന്നത് എന്നുള്ളത് ഒരിക്കലും കാണില്ല. ഈ അത്ഭുതങ്ങളൊക്കെ ഉണ്ട്, ഇതിൽ പറയാത്തതും ഉണ്ട്. ഇനിയിപ്പോൾ 7 അപ്പം കൊണ്ട് 7000 ആളുകളെ ഭക്ഷിപ്പിച്ച് അങ്ങനത്തെ അത്ഭുതങ്ങളൊക്കെ, ധാരാളം അത്ഭുതങ്ങൾ ബൈബിളിലുമുണ്ട്. പക്ഷേ ഇതിനി നമ്മൾ കാണില്ല. എന്തുകൊണ്ടെന്ന് വെച്ചാൽ ബൈബിളിൻ്റെ ലക്ഷ്യം ഈസാ നബി അലൈഹിസ്സലാമിനെ ദൈവപുത്രനാക്കലാണ്. അവിടെ ഇതിനി വന്നാൽ പറ്റില്ല. അതുകൊണ്ട് തന്നെ ഖുർആൻ്റെ ലക്ഷ്യം എന്താണെന്ന് ചോദിച്ചാൽ ഈസാ നബിയിൽ അവരാരോപിച്ച ആ ദിവ്യത്വം നീക്കുകയും റസൂലാണ് എന്നുള്ള യാഥാർത്ഥ്യം സ്ഥാപിക്കുകയുമാണ്. അപ്പോൾ അത് രണ്ടിൻ്റെയും 2 ലക്ഷ്യങ്ങളാണ്. അതുകൊണ്ട് അള്ളാഹു ഈ ഇതിനി ഓരോന്ന് അടിക്കടി ഈ ഇതിനി എന്നുള്ളത് അള്ളാഹു ഇങ്ങനെ എടുത്തു പറയാം. അപ്പോൾ ഇത് തുഖരിജുൽ മൗത്ത, നീ മരണപ്പെട്ടവരെ ജീവിപ്പിച്ചു എൻ്റെ അനുമതിയോടെ. ഇത് കഫഫ്തു ബനി ഇസ്രായേല അങ്ക, അതായത് ഈ ബനു ഇസ്രായേല്യർ ഈസാ നബീനെ കൊല്ലാനുള്ള എല്ലാ തന്ത്രങ്ങളും അവരുണ്ടാക്കി. കാരണം അതിൻ്റെ ഭാഗമായിട്ടാണ് അവർ ഈസാ നബി അലൈഹിസ്സലാം സാഹിറാണ്, ആഭിചാരകനാണ് എന്ന് പറഞ്ഞു വരുത്തുന്നത്. കാരണം ആ കാലത്തെ യഹൂദ നീതിശാസ്ത്രം അനുസരിച്ച് സാഹിരീങ്ങൾ കൊല്ലപ്പെടേണ്ട ആളുകളാണ്. അപ്പോൾ ഈസാ നബീനെ കൊല്ലാൻ വേണ്ടി അവർ ആ ആരോപണം ആദ്യം ഉന്നയിക്കുക. ഇതൊക്കെ ഇപ്പം നമുക്ക് നല്ല പരിചയമാണ്. കാരണം ആദ്യം ഒരു ആരോപണം ഉന്നയിക്കുക, പിന്നെ അതിൻ്റെ മേളിൽ ഇങ്ങനെ കെട്ടിയുണ്ടാക്കുക, അതിനനുസരിച്ച് ഇങ്ങനെ ഈ ആളെ ഇങ്ങനെ ആക്കി തീർക്കുക എന്നുള്ളത് അതൊക്കെ ആദ്യകാലത്തെ തന്ത്രം തന്നെയാണെന്നായി പറയുന്നു വരണേ. അതൊക്കെ ഈ യഹൂദന്മാർ ഈസാ നബി അലൈഹിസ്സലാമിൻ്റെ മേലിൽ പ്രയോഗിച്ചിട്ടുണ്ട്. കുതന്ത്രങ്ങൾ പ്രയോഗിക്കാൻ ഏത് കാലത്തും ബഹുമിട്ടുക്കന്മാരായി ഈ കൂട്ടർ ബഹുമിട്ടുക്കന്മാരാണ്. അതുകൊണ്ട് തന്നെയാണ് അത് കഫഫ്തു എന്ന് പറഞ്ഞാൽ ഞാനതിനെ തടഞ്ഞു എന്ന് പറയണം. കാരണം അള്ളാഹുവിനല്ലാതെ ഇവരുടെ ഈ കുതന്ത്രമൊന്നും അങ്ങനെ തടയാൻ പറ്റില്ല. ഇത് കഫത്തു ബനി ഇസ്രായേൽ ജിത്തഹും, നീ അവരിലേക്ക് കൊണ്ടുചെന്നപ്പോൾ ബിൽ ബയ്യിനാത്തി, ആ സുവ്യക്തമായ ദൃഷ്ടാന്തങ്ങളൊക്കെ ഈ മുഅ്ജിസത്ത് മുഖേന അവരിലേക്ക് കൊണ്ടുചെന്നപ്പോൾ അവർ നിന്നെ കൊല്ലാനുള്ള തന്ത്രങ്ങൾ മെനയുന്നതിൽ നിന്ന് നിന്നെ തടഞ്ഞു നിർത്തിയത് അതൊക്കെ ഞാൻ തന്നെയാണെന്നാണ്. ഫഖാലല്ലദീന കഫറു, അങ്ങനെ ആ കാഫിരീങ്ങൾ പറഞ്ഞു, മിൻഹും അവരിൽ നിന്നുള്ള ആ ബനു ഇസ്രായേലിൽ നിന്ന് കാഫിരീങ്ങൾ പറഞ്ഞത് ഇൻ ഹാദാ ഇല്ലാ സിഹ്റും മുബീൻ എന്നാണ്. ഇത് ആഭിചാരമല്ലാതെ മറ്റൊന്നുമല്ല എന്നാണ് അവർ പറഞ്ഞു. കാരണം അവരിത് പറഞ്ഞത് എന്താണെന്ന് ചോദിച്ചാൽ മത്തായിയുടെ സുവിശേഷത്തിൽ നമുക്ക് കാണുന്നൊരു സംഭവം എന്താ വെച്ചാൽ അതിൽ ഈ ഈസാ നബി അലൈഹിസ്സലാം ഈ മുഅ്ജിസത്തുകൾ അങ്ങനെയൊക്കെ കാണിച്ചപ്പോൾ, അതായത് ഒരു കുരുടൻ, ഒരു സംസാരിക്കാൻ പറ്റാത്ത ഒരാൾ, അങ്ങനത്തെ ഒരു രോഗിനെ ഈസാ നബി അലൈഹിസ്സലാമിൻ്റെ മുന്നിൽ ഹാജരാക്കി. ഈസാ നബി അലൈഹിസ്സലാം അത് സുഖപ്പെടുത്തി. അപ്പോൾ ജനങ്ങളൊക്കെ ഭയങ്കരമായിട്ട് ഈസാ നബീനെ എങ്ങനെ പുകഴ്ത്തിയ ദാവൂദിൻ്റെ പുത്രനാണ് അങ്ങനെയാണെന്നൊക്കെ പറഞ്ഞിട്ട് ഇതാക്കുമ്പോൾ ഇവർ പറഞ്ഞത് എന്താണെന്ന് ചോദിച്ചാൽ, ഇവർ പറഞ്ഞത് ഈ ബനു ഇസ്രായേൽ യഹൂദന്മാർ പറഞ്ഞത് അത് അള്ളാഹുവിനെ കൊണ്ട് ചെയ്യുന്നതല്ല, അത് ചെയ്യുന്നത് പിശാചുക്കളുടെ നേതാവായ ബേൽസബൂലിനെ കൊണ്ടാണെന്ന്. പിന്നെ അതിൻ്റെ വർത്താനമൊക്കെ ഉണ്ടത് മത്തായിയുടെ സുവിശേഷത്തിൽ നമുക്ക് കാണുന്നതാണ്. അതായത് അവർ ഇതിനെ മുച്ചോട് നിഷേധിച്ചുകൊണ്ട് അതൊക്കെ മുഅ്ജിസത്താണ് എന്നുള്ളതിനെ നിഷേധിച്ചുകൊണ്ട്, കണ്ടത് ഇപ്പം എങ്ങനെയായാലും നിഷേധിക്കാൻ പറ്റില്ല. അപ്പോൾ അവർ അള്ളാഹുവിലേക്ക് ചേർക്കാതെ അത് പിശാചിൻ്റെ നേതാവായ ബേൽസബൂലിനെ കൊണ്ടാണ് ഈ ചെയ്യുന്നത് എന്നുള്ള പ്രചരണമാണ് അവർ നടത്തുന്നത്. അതായത് അവർ കൽപ്പിച്ചുകൂട്ടി ഇതിനെ ഈ ഈസാ നബി അലൈഹിസ്സലാമിൻ്റെ റിസാലത്തിനെ നിഷേധിക്കാനുള്ള എല്ലാ തന്ത്രങ്ങളും ചെയ്തു. അതിൻ്റെ ഭാഗമായിട്ടാണ് ഈസാ നബി ആഭിചാരകനാണെന്നുള്ള സംഭവങ്ങളുണ്ടാക്കി. ഇതൊക്കെ ഭയങ്കര ഗുരുതരമായ സംഭവമാണ് ആ സമൂഹത്തിലൊക്കെ ആ കാലത്ത് ഉണ്ടാക്കിയിട്ടുള്ളത്.
ഇനി അതിനെപ്പറ്റി പറയുമ്പോൾ ഇത് ഔഹൈത്തു, അതായത് ഈസാ നബി അലൈഹിസ്സലാമിൻ്റെ യഥാർത്ഥ ശിഷ്യന്മാർ, അവരെയാണ് നമ്മൾ ഈ ഹവാരികൾ എന്ന് പറയാം. ഹവാർ എന്ന് പറയുന്നത് ഇത് ശരിക്ക് ഭാഷാശാസ്ത്രജ്ഞന്മാർ പറയുന്നത് ഇത് അറബി വാക്കല്ല, ഇത് വേറെ ഭാഷയിൽ നിന്ന് ഹീബ്രുവിൽ നിന്ന് അറബിയിലേക്ക് വന്ന പദമാണ് ഹവാരി. അതിൻ്റെ കൃത്യമായ അർത്ഥം എന്താണെന്ന് ചോദിച്ചാൽ അങ്ങനെ ശുദ്ധിയാക്കുക, വെളി അലക്കുകാർ, ഇവർക്കൊക്കെ അത് പറയത്രേ. അതായത് വളരെ ക്ലീനായ ആളുകൾ എന്നുള്ളൊരർത്ഥത്തിലായിരിക്കാം ചിലപ്പോൾ അത് അങ്ങനെ ഹവാരി എന്ന് പറയുന്നത്. ഏറെക്കുറെ നമ്മൾ അൻസാറുകൾ, മുഹാജിറുകൾ എന്നൊക്കെ പറയുന്ന ഒരു ആശയത്തിലാണ് ഇത് പറയുന്നത്. അതായത് ആദ്യകാലത്ത് അതിൻ്റെ എല്ലാ പ്രയാസങ്ങളും ഉള്ള കാലത്ത് അത് കൃത്യമായി ഏറ്റെടുത്ത ആളുകൾ, അവരാണ് ഹവാരികൾ. ആ ഹവാരിങ്ങൾക്ക് ഞാൻ വഹയ്യ് കൊടുത്തു എന്നാണ്. നമ്മൾ സാധാരണ സാങ്കേതികമായിട്ട് വഹയ്യ് എന്ന് പറയുക പ്രവാചകന്മാർക്ക് മലക്കുകൾ കൊടുക്കുന്നത്, അല്ലെങ്കിൽ അവരുടെ സ്വപ്നങ്ങൾ, ഇതിനൊക്കെ പറയാം. പക്ഷേ അല്ലാതെയും വഹയ്യ് എന്ന് പറയാം. അപ്പോൾ മൂസാ നബിയുടെ ഉമ്മാക്ക് വഹയ്യ് കൊടുത്തു, തേനീച്ചകൾക്ക് വഹയ്യ് കൊടുത്തു. ഈ വഹയ്യ് അതായത് കൃത്യമായ ഒരു അതിശക്തമായ ചില തോന്നലുകൾ, അതായത് ഒരിക്കലും മനുഷ്യന് ഒഴിഞ്ഞു കാണാൻ പറ്റാത്ത ചില തോന്നലുകൾ, ചില കാഴ്ചകൾ, ഇതിനൊക്കെയും വഹയ്യ് എന്ന് പറയാമെന്നാണ്. അങ്ങനത്തെ വഹയ്യായിരുന്നു ഈ ഹവാരികൾക്ക് ഈ വിശ്വാസം ഈസാ നബി അലൈഹിസ്സലാമിൽ വിശ്വസിക്കാൻ വേണ്ടി അവർക്ക് കൊടുത്തത്. ആ വഹയ്യ് അൻ ആമിനു ബി വബി റസൂലി, എന്നിലും എൻ്റെ റസൂലിലും, അതായത് വെറും ഈസാ നബിയിലല്ല, എന്നിലും എൻ്റെ റസൂലിലും വിശ്വസിക്കാൻ വേണ്ടി അതിശക്തമായി ആ വഹയ്യ്, ആ തോന്നൽ ആ ആളുകൾക്ക്, ആ 12 ശിഷ്യന്മാർ, അതാണ് ഹവാരികൾ എന്ന് പറഞ്ഞാൽ. എല്ലാവരും അല്ല. ആ ഹവാരികൾക്ക് കൊടുത്തതും ഞാനാണ് അത് കൊടുത്തത്. കാലു, അവർ പറഞ്ഞു, ആമന്ന, ഞങ്ങൾ വിശ്വസിച്ചു. അതുകൊണ്ട് വഷദ്, നീ സാക്ഷ്യം വഹിക്കണം, ഈസാ നബി സാക്ഷ്യം വഹിക്കണം. എന്ത്? ബി അന്നനാ മുസ്ലിമു, ഞങ്ങൾ നസാറാക്കളെന്നോ ഞങ്ങൾ ക്രിസ്ത്യാനികളെന്നോ ഞങ്ങൾ യഹൂദരെന്നോ സാക്ഷ്യം വഹിക്കാനില്ല, ഞങ്ങൾ മുസ്ലിമീങ്ങളാണ് എന്ന് സാക്ഷ്യം വഹിക്കാൻ അവർ പറഞ്ഞു. അപ്പോൾ അവർക്ക് വിശ്വാസം, ഇസ്ലാം എന്നാൽ എന്താണെന്ന് അവർക്ക് ശരിക്കറിയാം. ഈസാ നബി എല്ലാ ദൈവമെന്നും ദൈവപുത്രൻ എന്നും ഒക്കെ അവർക്കറിയാം. അവർ വിളിക്കുന്നത് തന്നെ ഈസബിനു മറിയം എന്നാണ്. ഈസബിനു മറിയം എന്നാണ് അവർ വിളിക്കുന്നത് തന്നെ. അപ്പോൾ അവർ കൃത്യമായിട്ട് അവർക്ക് എന്താണെന്ന് ആ വിശ്വാസം കൃത്യമായി അള്ളാഹു തന്നെ അവർക്ക് വഹയ്യ് നൽകിയിട്ടുണ്ട് എന്നുള്ളതാണ്. ഇനി അവരുടെ ആ ഹവാരികളുമായി ബന്ധപ്പെട്ടിട്ടുള്ള ഒരു വിഷയമാണിത്. ഈ ഈസാ നബി അലൈഹിസ്സലാമിൻ്റെ ഈ മുഅ്ജിസത്തും സംഭവങ്ങളൊക്കെ കാണാനും കേൾക്കാനും ഒക്കെ ധാരാളം ആളുകളുണ്ടായിരുന്നു. കാണാനും കേൾക്കാനും അതിന് കയ്യടിക്കാനും, ഇപ്പോൾ നമ്മൾ ലൈക്കും ഷെയറൊക്കെ ചെയ്യുന്ന മാതിരി അങ്ങനത്തെ ധാരാളമായിട്ടുണ്ടായിരുന്നു. പക്ഷേ ഇത് കൃത്യമായി ഏറ്റെടുക്കാൻ, അതായത് ഈ ഈസാ നബി അലൈഹിസ്സലാമിൻ്റെ ഈ ദൗത്യം, അള്ളാഹു ഏൽപ്പിച്ച ഈ ദൗത്യം ഏറ്റെടുക്കാൻ ആരും തയ്യാറായില്ല എന്നുള്ളതാണ്. അതാണ് ഈ ഹവാരികൾക്കുള്ള പ്രത്യേകത. അല്ലാതെ ഈസാ നബിയുടെ കൂടെ ആളില്ലാണ്ടൊന്നുമില്ല. കാരണം അപ്പം വീതിക്കണ കാലത്ത് തന്നെ 4000-5000 ആളൊക്കെ ഒപ്പം കൂടിയിട്ടുണ്ട് ഇത് തിന്നാൻ. അപ്പോൾ അത്രയും ധാരാളം ജനക്കൂട്ടമുണ്ട്. കാരണം ഈ കാഴ്ച കാണാനാണ്, ഈ അത്ഭുതങ്ങൾ കാണാൻ. നമ്മളിപ്പോൾ ഈ വലിയവരുടെ കാര്യമൊക്കെ പറയുന്ന പോലെ അത്ഭുതങ്ങൾ കാണാനാണ് ആളുകൾക്ക് താല്പര്യം, അല്ലാതെ ഈ ദൗത്യം ഏറ്റെടുക്കാനല്ല. അത്ഭുതങ്ങൾ ആരെങ്കിലും കാട്ടുന്നുണ്ടെങ്കിൽ വലിയോ അവിടെ ഉണ്ട് ഇവിടെ ഉണ്ട് അതുണ്ട് എന്നൊക്കെ പറയുമ്പോൾ അതിൻ്റെ പിന്നാലെ ഓടാൻ ധാരാളം ആളുകൾ ഏത് കാലത്തുണ്ട്, ഇപ്പോഴും ഉണ്ട്. അങ്ങനത്തെ ആളുകളായിരുന്നു. അല്ലാതെ ഈ ഈസാ നബി അലൈഹിസ്സലാമിൻ്റെ ദൗത്യം ഏറ്റെടുക്കാൻ ആരും ഉണ്ടായിരുന്നില്ല. ഫലമ്മ അഹസ്സ ഈസാ മിൻഹുമുൽ കുഫ്ര ഖാല മൻ അൻസാരി ഇലല്ലാഹ്. അങ്ങനെയാണ് ഈസാ നബി അലൈഹിസ്സലാം ആ ചോദ്യം വധിക്കുന്നത്. അതായത് അവരിൽ നിന്ന്, ആ ബനൂ ഇസ്രായേലിയരിൽ നിന്ന്, അവരാ പ്രിവിലേജുള്ള ആ സമൂഹത്തിൽ നിന്ന് ഈസാ നബി അലൈഹിസ്സലാമിന് ശരിക്ക് ബോധ്യമായി അവർ കാഫിരിങ്ങൾ, അവർ അംഗീകരിക്കണവരല്ല. അങ്ങനെയാണ് കാലമൻ അൻസാരി എന്ന് പറഞ്ഞാൽ എന്നെ ഏറ്റെടുക്കാൻ എന്നാണ്. അവർ ജസ്റ്റ് സഹായമല്ല, എൻ്റെ ഈ ദൗത്യത്തെ ഏറ്റെടുക്കാൻ ആരുണ്ടെന്നാണ്. അള്ളാഹുവിന് വേണ്ടി എൻ്റെ ഈ ദൗത്യത്തെ ഏറ്റെടുക്കാൻ. കാലൽ ഹവാരിയൂന നഹ്നു അൻസാറുല്ലാഹ് എന്ന് പറയുന്നത് ഞങ്ങൾ. അപ്പോഴാണ് ഹവാരികൾ, ഈ ഹവാരികൾ എന്ന് പറഞ്ഞാൽ അവിടുത്തെ മീൻപിടുത്തക്കാരായ സാധാരണ ജനങ്ങളായിരുന്നു. ഈസാ നബി അലൈഹിസ്സലാം പിന്നെ അവരിലേക്കാണ് തിരിയുന്നത്, അവരിലേക്കാണ് ശ്രദ്ധ കേന്ദ്രീകരിക്കുക. ആർക്കാണോ ഹിദായത്ത് വേണ്ടത് അവരിലേക്കാണ് പ്രവാചകന്മാർ തിരിയുക. പ്രവാചകന്മാരുടെ രീതി ആദ്യം എന്താണെന്ന് വെച്ചാൽ അതിലെ പ്രബലരായ ആളുകളെ സമീപിക്കും. അതെന്തിനാന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ വലിയ ഒരു പ്രശ്നം ഒഴിവായി കിട്ടുന്നുള്ളതാണ്. വലിയ അതിലത്തെ പ്രിവിലേജുള്ള ആളുകൾ ഇത് അംഗീകരിച്ചാൽ പിന്നെ സാധാരണ ജനങ്ങൾ വേഗം അംഗീകരിക്കും. ഒരു വലിയ പ്രശ്നം ഒഴിവായി കിട്ടും.
അതല്ല അവരിൽ നിന്ന് അങ്ങനെ അനുകൂലമായിട്ടൊന്നുമില്ലെങ്കിൽ പിന്നെ ആരാണോ ഇത് ശ്രദ്ധിക്കുന്നത് അതിലേക്ക് തിരിയും. എല്ലാ പ്രബോധകന്മാരുടെ ബാധ്യത അതാണ്. ആരെങ്കിലും എങ്ങനെയെങ്കിലും പിടിച്ചിട്ട് ഇതിലാക്കണം എന്നുള്ള ഒരു വിഷയം നടക്കാൻ പോകുന്നില്ല. അതിന് ഏറ്റവും വലിയ തെളിവാണ് 8 കൊല്ലം റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം നിരന്തരമായി പറഞ്ഞിട്ടും ആരും വന്നില്ല. അബൂ താലിബ് വന്നില്ല, അദ്ദേഹം കാഫിറായി മരിച്ചുപോയി. അപ്പോൾ ഇത് ഹിദായത്തൊന്നും അങ്ങനെ വെറുതെ നമുക്ക് ആർക്കെങ്കിലും മേൽ അടിച്ചേൽപ്പിക്കാൻ പറ്റിയൊരു സാധനമില്ല. ഇത് തേടി ഇങ്ങോട്ട് വരേണ്ട ഒരു സാധനമാണ്. അപ്പോൾ അതാണ് ഹവാരികളുടെ ആ പ്രത്യേകത. ആ ഹവാരികൾ ഈസാ നബി അലൈഹിസ്സലാമിനോട് ചോദിക്കുകയാണ്, ഇത് കാലൽ ഹവാരിയൂന യാ ഈസബിനെ മറിയം. ഇവിടെ ഒക്കെ ഈസബിനെ മറിയാണ് കേട്ടോ. ഈസബിനെ മറിയം എന്ന് അവർ വിളിക്കണതന്നെ. അതെന്താണെന്ന് ചോദിച്ചാൽ വാസ്തവത്തിൽ ഇപ്പോൾ റസൂലിനെ യാ മുഹമ്മദ് എന്ന് നമ്മൾ വിളിക്കുന്നത് കാണില്ല. അല്ല, അറബികളല്ലാത്ത സ്വന്തം അത്ര പരിചയമില്ലാത്തവരൊക്കെ വന്നിട്ട് യാ മുഹമ്മദ് എന്നൊക്കെ വിളിക്കുള്ളൂ. മറ്റത് യാ റസൂലല്ലാ അങ്ങനെയൊക്കെ വിളിക്കുക. പക്ഷേ ഇവിടെ അത് ഇങ്ങനെ എടുത്ത് പറയണത് എന്താണെന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ ഈ മറിയമിൻ്റെ മകനാണ് ഈസ എന്നുള്ളത് കാണിക്കാൻ തന്നെയാണ്. അതല്ലാതെ വേറെ ഒന്നുമല്ലാന്ന് അത് കാണിക്കാൻ തന്നെയാണ്. അങ്ങനെ അവരുടെ സംഭാഷണമാണെങ്കിൽ പോലും ഇത് എടുത്ത് പറയുന്നതാണ്. അവർ ചോദിക്കുകയാണ്, ഹൽ യസ്തതിഉ റബ്ബുക, നിൻ്റെ റബ്ബിന്. നമ്മളിപ്പോൾ ഇവിടെ സാധാരണഗതിയിൽ ഇസ്തതാ എന്ന് പറഞ്ഞാൽ കഴിയൂ എന്നുള്ളതൊക്കെ നമ്മൾ പറയാം. പക്ഷേ ഇവർ ഈ ചോദിക്കുന്നതിൻ്റെ മർമ്മം എന്താ? ഹൽ യസ്തതിഉ റബ്ബുക, നിൻ്റെ റബ്ബിന് കഴിയുമോ എന്ന് ചോദിച്ചാൽ നമ്മളും പറയുന്ന അർത്ഥത്തിൽ അള്ളാഹുടെ കഴിവിൽ എന്തെങ്കിലും സംശയം ഉണ്ടായിട്ട് ചോദിക്കല്ല. അതായത് ഇവിടെ അവർ ഉദ്ദേശിക്കണം എന്താ വെച്ചാൽ അള്ളാഹുവിൻ്റെ ഒരു സുന്നത്തുണ്ട്. അള്ളാഹുവിൻ്റെ സുന്നത്ത് എന്ന് പറഞ്ഞാൽ അള്ളാഹുവിൻ്റെ നടപടിക്രമം. ആ നടപടിക്രമം അനുസരിച്ച് നിനക്ക് ചോദിക്കാൻ പറ്റുമെന്നാണ്. അതങ്ങനെ ഉണ്ടല്ലോ. ആർക്കാണ്? പ്രവാചകനോടാണല്ലോ ചോദിക്കുന്നത്. അപ്പോൾ പ്രവാചകനാണല്ലോ അള്ളാഹുവിൻ്റെ നടപടിക്രമങ്ങളെക്കുറിച്ച് അറിയാം. ഇവർ ഈ ചോദിക്കുന്നത് വളരെ അസാധാരണമായൊരു ചോദ്യമാണ്. വളരെ അസാധാരണമായ ചോദ്യമാണ്. നമ്മൾ വേറെയും ചോദ്യങ്ങൾ നമ്മൾ കണ്ടിട്ടുണ്ട്. ഇത് കാല ഇബ്രാഹിമു റബ്ബി അരിനി കൈഫ തുഹയിൽ മൗത്ത. ഇബ്രാഹിം നബി അലൈഹിസ്സലാം അള്ളാഹുവിനോട് ചോദിക്കുന്നുണ്ട്, എങ്ങനെയാണ് ഈ മരിച്ചവരെ ജീവിപ്പിക്കുന്നത് എന്ന് എനിക്കൊന്ന് കാണിച്ചു തരുമെന്ന്. അപ്പോൾ അള്ളാഹ് ചോദിക്കുന്നുണ്ട്, കാല അവലം തുഅ്മിൻ, നീ വിശ്വസിച്ചിട്ടില്ലേ? കാല ബല, അതെ ഞാൻ വിശ്വസിച്ചിട്ടുണ്ട്. വലാക്കിൻ ലിയത്തുമ ഇന്ന കൽബി, എൻ്റെ കൽബ്, എൻ്റെ മനസ്സ് ശാന്തമാകാൻ വേണ്ടിയിട്ടാണ് എന്ന് പറയുന്നുണ്ട്. ഔക്കല്ലദീ മർറ അലാ ഖറിയത്തിൻ വഹിയ ഖാവിയത്തുൻ അലാ ഉറൂഷിഹാ ഖാല അന്നാ യുഹ്യി ഹാദിഹില്ലാഹു ബഅദ മൗതിഹാ. അത് സൂറത്തുൽ ബഖറയിലാണ്. അതായത് ആ 100 കൊല്ലം മരിപ്പിച്ച ആ ഒരു ആളെക്കുറിച്ചിട്ടൊക്കെ പറയുന്നത്. അദ്ദേഹം ഇങ്ങനെ തന്നെയാണ് വേറൊരു രീതിയിൽ ചോദിക്കുക. അതായത് ഇതിൻ്റെ സംഭവം എന്താണെന്ന് ചോദിച്ചാൽ വിശ്വാസം വർദ്ധിക്കും തോറും വിശ്വാസത്തിൻ്റെ ഒരു പ്രശ്നം എന്താണെന്ന് ചോദിച്ചാൽ അത് ഒരു ധാരണാത്മകമായ അറിവിലൂടെയാണ് നമ്മൾ ഉണ്ടാക്കുന്നത്. നമ്മൾ ഉണ്ടാക്കുന്ന ഈ അറിവുണ്ടാക്കുന്നതൊക്കെ പഞ്ചേന്ദ്രിയങ്ങളിലൂടെയാണ്, 5 ഇന്ദ്രിയങ്ങളിലൂടെയാണ് നമ്മൾ ഈ അറിവിനെ ശേഖരിക്കുന്നത്. അതൊരു ധാരണ നമ്മളിൽ ഉണ്ടാക്കുകയാണ്. ആ ധാരണയിലാണ് നമ്മളുടെ വിശ്വാസം നിൽക്കുന്നത്. അല്ല ഗൈബ് വെളിപ്പെടുത്തിയിട്ടല്ല നമ്മുടെ വിശ്വാസം നിൽക്കുന്നത്. പക്ഷേ ഈ വിശ്വാസം ശക്തിപ്പെടും തോറും എന്തുണ്ടാവും എന്ന് ചോദിച്ചാൽ അതിനെ നേരിൽ കാണാൻ നമുക്കുള്ള ജിജ്ഞാസ കൂടും. അതായത് ഇവരുടെ ഈ ചോദ്യമൊന്നും എന്തെങ്കിലും സംശയത്തിൻ്റെ നിന്ന് ഉദിക്കുന്നതല്ല. ഇവരുടെ വിശ്വാസത്തിൻ്റെ ദാർഢ്യമാണ് ഇവർക്ക് അത് നേരിൽ കാണാനുള്ള ഇതുണ്ടാക്കുന്നത്. അതുതന്നെയാണ് ഇബ്രാഹിം നബിക്കും ഉണ്ടാകുന്നത്, അതുതന്നെയാണ് മറ്റേ ആയത്തിൽ പറയുന്ന ഉസൈറിനും ഉണ്ടാകുന്നത്. ഒക്കെ ഇങ്ങനത്തെ ഉണ്ടാകുന്നത്. അതായത് ഏതെങ്കിലും നിലക്ക് അവർക്ക് വിശ്വാസത്തിൽ ഒരു ചാഞ്ചല്യം വന്നിട്ടല്ല, അല്ലെങ്കിൽ അതിൽ കുറവുണ്ടായിട്ടല്ല. പക്ഷേ കുറച്ച് മുമ്പേ നമ്മൾ ഈ സൂറത്തിൽ തന്നെ പഠിച്ചിരുന്നു, റസൂലിനോട് വഹി ഇറങ്ങുമ്പോൾ നിങ്ങൾ കാര്യങ്ങൾ അങ്ങനെ ചോദിക്കരുത് എന്ന്. അതായത് പക്ഷേ അതിനോടുള്ളൊരു മര്യാദ എന്താണെന്ന് ചോദിച്ചാൽ ഈ ഗൈബ് വെളിപ്പെടുത്താൻ ആവശ്യപ്പെടാതിരിക്കുക എന്ന് പറയുന്നത് ഒരു വിശ്വാസിയുടെ സംഭവമാണ്. പക്ഷെ ചിലർക്കൊന്നും അത് പിടിച്ചു നിർത്താൻ പറ്റുന്നില്ല. കാരണം എന്താ ചോദിച്ചാൽ തൊട്ട മുന്നിൽ ആരുണ്ട്? റസൂലുണ്ട്. ഇബ്രാഹിം നബിനൊക്കെ സംബന്ധിച്ചിടത്തോളം തൊട്ട മുമ്പിൽ റസൂലല്ല, തൊട്ട മുമ്പിൽ അവൻ തന്നെയാണ്. അപ്പോൾ അവർ നേരിട്ടങ്ങ് പറയാം. അപ്പോൾ അത് വലിയൊരു വിശ്വാസത്തിൻ്റെ ഉയർന്നൊരവസ്ഥയാണ്. ആ അവസ്ഥയിലാണ് ഇവർ അവരുടെ റസൂലിനോട് ചോദിക്കുന്നത്, ഇങ്ങനെ നമുക്കൊന്ന് ആവശ്യപ്പെടാൻ പറ്റുമോ, അങ്ങനെ വല്ല വകുപ്പുണ്ടോയെന്ന്. അവർ ചോദിക്കുന്നത് മറ്റവർ ചോദിച്ച ചോദ്യമല്ല, അതായത് സ്വർഗീയമായ അനുഭവമാണ്. ഇത് റസൂലിനും കൊടുത്തിട്ടുണ്ട് മിറാജിലൊക്കെ. ഇസ്രാ മിറാജിൽ റസൂലിനും ഈ സംഭവങ്ങൾ കൊടുത്തിട്ടുണ്ട്. അത് ചോദിച്ചിട്ടൊന്നല്ല, അത് അങ്ങോട്ട്
കൊടുത്തതാണ്. കാരണം റസൂലിൻ്റെ ആ കാലത്തെ അവസ്ഥ അങ്ങനെ ആയതുകൊണ്ട് അങ്ങനെ കൊടുത്തിട്ടതാണ്. ഇവർ ചോദിക്കുന്നത് ഈ സ്വർഗീയമായ അനുഭവം. ആ അനുഭവമാണ് ചോദിക്കുന്നത്. അതുകൊണ്ടാണ് അവർ അത്തരം ആ ഒരു രീതിയിൽ ചോദിക്കുന്നത്. അതായത് അള്ളാഹുവിൻ്റെ സുന്നത്തിൽ ഇതിന് വല്ല വകുപ്പുണ്ടോ എന്നുള്ളതാണ്. അപ്പം തന്നെ ഈസാ നബി അൻ യുനസ്സില അലൈന, ഞങ്ങളുടെ മേൽ ഇറക്കാൻ മാഇദത്തം മിനസ്സമായി, ആകാശത്തിൽ നിന്ന്, അതായത് ഉപരിലോകത്തിൽ നിന്ന് ഈ ഭൂമിയിലേതല്ലാത്ത ഒരു ഭക്ഷണത്തളിക ഇറക്കിത്തരാൻ. അതാണ് സമാ. ഭൂമിയിലേതല്ലാത്ത, സാധാരണഗതിയിലുള്ളതല്ലാത്ത ഒന്ന്, ഭൂമിയിലെ തന്നെ ഒരു തളിക ഞങ്ങൾക്ക് കിട്ടിയാൽ മതി എന്നല്ല അവർ പറയുന്നത്. ഭക്ഷണം ആവശ്യമായിട്ടല്ല ഈ പറയണമെന്ന് അർത്ഥം. പട്ടിണി കൊണ്ട് കിട്ടുകയാണെന്നുവെച്ചെങ്കിൽ ആദ്യം സ്വർഗത്തിലത്തെ ഭക്ഷണം ചോദിക്കില്ല, ഇവിടുത്തെ ഭക്ഷണമേ ചോദിക്കുള്ളൂ. ഇതല്ല, ഇത് ഇവിടുത്തെ ഭക്ഷണമല്ല അവർ ചോദിക്കുന്നത്, സ്വർഗീയമായ, അതായത് ഈസാ നബി അലൈഹിസ്സലാം അവരെ പഠിപ്പിച്ച ആ സംഭവം ഉണ്ടല്ലോ, സ്വർഗം. ആ സ്വർഗത്തിലെ സംഭവങ്ങൾ അതൊക്കെ ഈസാ നബി വിശദമായിട്ട് പറഞ്ഞു കൊടുക്കുന്നുണ്ട്. അതൊക്കെ ബൈബിൾ വായിച്ചാൽ നമുക്ക് കുറേ കിട്ടും. അപ്പോൾ അതിൽ നിന്നൊക്കെ അവർ മനസ്സിലാക്കിയെടുത്തത് ഒന്ന് അനുഭവിക്കാൻ അവർക്ക് തോന്നി, അത്ര തന്നെ. അപ്പോൾ അങ്ങനെ തോന്നിയപ്പോൾ അത് ചോദിക്കുകയാണ്. അപ്പോൾ ഈസാ നബി അലൈഹിസ്സലാം അതിനെ പ്രോത്സാഹിപ്പിക്കുന്നില്ല. അദ്ദേഹം പറയുന്നത് കാലത്തക്കുള്ള, നിങ്ങൾ അള്ളാഹുവിനെ സൂക്ഷിക്കണം എന്നാണ്. അതായത് വിശ്വാസിയുടെ ഭാഗത്തു നിന്ന് അങ്ങനെ ചോദ്യം, അള്ളാഹുവിനെ പരീക്ഷിക്കുന്ന പോലത്തെ ചോദ്യങ്ങൾ ഉണ്ടാവാൻ പാടില്ല എന്നാണ്. അതിപ്പോൾ നമ്മൾക്കൊക്കെ അങ്ങനെ തന്നെയാണ്. അതായത് എന്തെങ്കിലുമൊക്കെ ഒരു അത്ഭുതം കാണിച്ചിട്ട് നമ്മളെ ഒന്ന് അങ്ങനെയൊക്കെ നമുക്കും തോന്നില്ലേ, ഇല്ലേ? നമുക്കും തോന്നാം. പക്ഷെ അങ്ങനത്തെ നമ്മുടെ ഒന്നും വരാൻ പാടില്ല എന്നാണ്. നമ്മൾ ശരിക്ക് ഇൽമു കൊണ്ടാണ് അള്ളാഹുവിനെ അറിയേണ്ടത്. അല്ലാതെ അതാണ് കല്ലാ സൗഫ തഅലമൂൻ സുമ്മ കല്ലാ സൗഫ തഅലമൂൻ കല്ലാ ലൗ തഅലമൂന ഇൽമൽ യഖീൻ ലതറവുന്ന. കണ്ട, ഇതൊക്കെ ഇൽമു കടന്നിട്ട് പിന്നെ ലതറവുന്നാകുകയാണ്. അത് അവിടേക്ക് എത്തുമ്പോഴാണ്, അത് അവിടേക്ക് എത്തുമ്പോൾ മതിയെന്നു, അത് അവിടേക്ക് എത്തുമ്പോൾ മതി. അതാണ് ഈസാ നബി അലൈഹിസ്സലാം ഇത്തഖുള്ള എന്ന് പറയുന്നത്. കാലത്തഖുള്ള ഇൻ കുന്തും മൂമിനീൻ, നിങ്ങൾ യഥാർത്ഥ വിശ്വാസികളാണെങ്കിൽ നിങ്ങൾ അള്ളാഹുവിനെ സൂക്ഷിക്കണം ഇങ്ങനത്തെയൊക്കെ ചോദിക്കുമ്പോൾ. പക്ഷെ അവർ വിട്ടിട്ടില്ല. കാലു അവർ പിന്നെ അതൊന്ന് വിശദീകരിച്ചാൽ ഞങ്ങൾ എന്തുകൊണ്ടാണ് അങ്ങനെ പറയുന്നത്. കാലു അവർ പറഞ്ഞു, നുരീദു ഞങ്ങൾ ഉദ്ദേശിക്കുന്നത് അൻ നഅ്കുല മിൻഹ, അതിൽ നിന്ന് ഞങ്ങൾ ഭക്ഷിക്കാൻ വേണ്ടിയിട്ടാണ്. അതായത് ഞങ്ങൾക്ക് വേണ്ടത് അനുഭവമാണെന്ന്, ഞങ്ങൾക്ക് അങ്ങനെ ഒരു അനുഭവം കിട്ടാൻ ഞങ്ങൾ ആഗ്രഹിക്കുന്നു. വത്തത്തുമ ഇന്ന കുലൂബുന, അതുവഴി ഞങ്ങളുടെ ഹൃദയം അങ്ങ് ശാന്തമാകണം. കാരണം ഞങ്ങളുടെ ഹൃദയം വല്ലാതെ അങ്ങ് കൊതിച്ചു പോവുകയാണ്. കാരണം അവരുടെ പോലും നിയന്ത്രണത്തിലല്ല എന്നപ്പോൾ പറയുന്നതിൻ്റെ അർത്ഥം. ഞങ്ങളങ്ങനെ അത്ര അയക്കണു. നഅലമ, ഞങ്ങളറിയാൻ, ഇവിടെ നഅലമ എന്ന് പറഞ്ഞാൽ അനുഭവിച്ചറിയാൻ. അൻ ഖദ് സദഖ്തന, നീ ഞങ്ങളോട് പറഞ്ഞ ആ യാഥാർത്ഥ്യങ്ങളുണ്ടല്ലോ, ആ സത്യങ്ങൾ, അത് അനുഭവിച്ചറിയാൻ ഞങ്ങൾ ഇഷ്ടപ്പെടുന്നു, ആഗ്രഹിക്കുന്നു. വനകൂന അലൈഹ, അങ്ങനെ ഞങ്ങൾ അതിൻ്റെ മേൽ, ആ മാഇദയുടെ മേൽ, മിനശാഹിദീൻ, അത് അനുഭവിച്ച് അങ്ങനെ സാക്ഷിയാകാനും ഞങ്ങൾ ആഗ്രഹിക്കുന്നു. ഇതാണ് ഞങ്ങളുടെ വിഷയം എന്നാണ്. ഇതാണ് ഞങ്ങളുടെ വിഷയം. ഇതിനെക്കുറിച്ചിട്ട് ഇനി കുറേ ചർച്ചകളുണ്ട്. നമുക്കിതിൻ്റെ ബാക്കി ഇനി അടുത്ത ആയത്തുകളിലും കൂടി നീങ്ങി നിൽക്കുന്നുണ്ട്. ഇത് നമ്മൾ ഇതിൽ നിന്നൊക്കെ മനസ്സിലാക്കേണ്ട ഒരു സംഭവം എന്താണെന്ന് ചോദിച്ചാൽ ഈ വിചാരണയാണ്. ഇത് ബൈബിളിലില്ല. ഈ വിഷയം ബൈബിളിലില്ല. പല കാര്യങ്ങളിലും ബൈബിളിലുണ്ടെങ്കിലും ഈ മാഇദയുടെ കാര്യം ബൈബിളിലില്ല. അതിനൊരു കാരണം എന്താണെന്ന് വെച്ചാൽ ഇത് ജനങ്ങൾക്ക് മൊത്തം വേണ്ടിയിട്ട് കാണിച്ചൊരു സംഭവമല്ല. ഇത് ഈസാ നബിയും അള്ളാഹുവും ഈസാ നബിയും ഈ ശിഷ്യന്മാരും മാത്രമുള്ള ഒരു സംഭവമാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ അത് ബൈബിളിൽ ഉണ്ടായിക്കൊള്ളണം എന്നില്ല, സംഗതി ഇല്ല. നമ്മൾ നോക്കിയപ്പോഴും നമ്മൾ അന്വേഷിച്ചപ്പോഴും അത് സംഭവം അങ്ങനെ ബൈബിളിലില്ല. പക്ഷെ ഖുർആൻ ഇത് ഒക്കെ എടുത്തു പറയുന്നുണ്ട്. കാരണം ഇത് ഈ ഹവാരികളെ, ഖുർആൻ്റെ ലക്ഷ്യം എന്താണെന്ന് ചോദിച്ചാൽ ഈ ദൈവത്തെ ആരോപണങ്ങളിൽ നിന്ന് ഈസാ നബി അലൈഹിസ്സലാമിനെ വിമോചിതമാക്കലും. കാരണം ഈ ഖുർആൻ വന്നില്ലെങ്കിൽ ആരാ പിന്നെ അത് വിമോചിപ്പിക്കുക? ആരും വിമോചിപ്പിക്കാനില്ല. ഇത് മാത്രമല്ല, അനവധി പ്രവാചകന്മാരെ, ഈ ബൈബിൾ വികൃതമാക്കിയ അനവധി പ്രവാചകന്മാരെ ഈ ഖുർആൻ വന്നിട്ട് അതിൽ നിന്ന് മോചിപ്പിച്ചിട്ടുണ്ട്. കാരണം അവർ പറഞ്ഞ ആ കാര്യങ്ങളൊക്കെ കൃത്യമായി എടുത്തു പറഞ്ഞുകൊണ്ട് ഈസാ നബിയുടെ മേലിൽ ഈ ആരോപിക്കപ്പെട്ട ഈ കുരിശാരോപണങ്ങളടക്കം ഇപ്പോൾ ഈ ഖുർആൻ വന്നില്ലെങ്കിൽ നമുക്കത് അങ്ങനെയല്ല എന്ന് പറയാൻ വേറെ വകുപ്പൊന്നുമില്ല. കാരണം പല റിപ്പോർട്ടുകളും പലതായിട്ട് വന്ന് അതിലൊരു റിപ്പോർട്ട് ചിലപ്പോൾ ഇല്ല എന്നുള്ളത് ആകുകയെന്നുള്ളൂ. പക്ഷേ നമുക്കൊരു വിശ്വാസം കൃത്യമായിട്ട് ഈസാ നബി കുരിശി തറച്ചിട്ടില്ല എന്നും ഈസാ നബീനെ അള്ളാഹു ഉയർത്തി എന്നുള്ളതും ബർണബാസിൻ്റെ ബൈബിളിലുണ്ട്. പക്ഷേ ഈ ബർണബാസിൻ്റെ ബൈബിളിലുകൊണ്ട് നമുക്ക് വിശ്വസിക്കാൻ പറ്റില്ല. നമുക്കിത് കൃത്യമായി വിശ്വസിക്കേണ്ട ഇത് വന്ന തന്നെ അള്ളാഹു നമ്മളോട്
ഇത് കൃത്യമായി നമ്മളെ അറിയിപ്പിച്ചതെന്നാണ്. കാരണം നമ്മുടെ മുന്നിൽ ഈ ഖുർആൻ അവതരിക്കുമ്പോൾ ഈ മുന്നിൽ വലിയ സമൂഹമുണ്ട്. അതായത് ക്രിസ്ത്യൻ സമൂഹമുണ്ട്, യഹൂദ സമൂഹമുണ്ട്. ഈ അള്ളാഹു മുന്നിൽ നിർത്തുന്ന ഈ സമൂഹം ഇനി സംവദിക്കാൻ പോകുന്നത് ഈ സമൂഹത്തിനോടാണ്. ആ സമൂഹത്തിൻ്റെ മുന്നിൽ ഈസാ നബി അലൈഹിസ്സലാമിനെ വളരെ കൃത്യമായി അങ്ങ് തെളിയിപ്പിച്ച് കാണിക്കുക എന്നുള്ളത് ഈ സൂറയുടെ ഉദ്ദേശമാണ്. അതുകൊണ്ട് തന്നെയാണ് ആ ഈസാ നബിയുടെ വിചാരണയൊക്കെ അതിൻ്റെ ആ ലാസ്റ്റിലേക്ക് കൊണ്ടുവച്ചിട്ട് അത് വളരെ മനോഹരമായിട്ട്, കാരണം 2 പേജുകളിലായിട്ട് ഈ ഒരു വിഷയമാണ്. കാരണം കൃത്യമായിട്ട് ഇത് വായിക്കുന്ന ഇത് മനസ്സിലാക്കുന്ന, അല്ലെങ്കിൽ അവരുടെ ആ ക്രിസ്ത്യൻസിൻ്റെ അവരുടെ ബൈബിളിൻ്റെ ക്രോഡീകരണ ചരിത്രവും അവരുടെ സഭാചരിത്രവും ഒക്കെ കൃത്യമായി വായിക്കുകയും പഠിക്കുകയും മനസ്സിലാക്കുകയും ശ്രമിക്കുന്ന ഹിദായത്ത് ആവശ്യമുള്ള ആർക്കും ഇത് കൃത്യമായി മനസ്സിലാവും. അതിനുള്ള ഏറ്റവും വലിയ തെളിവാണ് നമ്മുടെ കേരളത്തിലെ തെളിവാണ് മുഹമ്മദ് ഈസ പെരുമ്പാവൂർ, അങ്ങനെ സയ്യിദ് ബിൻ ജോർജ്, അങ്ങനെ ധാരാളം ആളുകൾ. അത് കൃത്യമായ തെളിവാണ്. കാരണം അവർ ഹിദായത്ത് അന്വേഷിച്ചവരാണ്, അതവർ കണ്ടെത്തിയിട്ടുണ്ട്. ലോകത്തും അങ്ങനെ ധാരാളം ആളുകൾ ഈ സംഭവത്തിലൂടെ ഇസ്ലാമിലേക്ക് വന്നിട്ടുണ്ട്. കാരണം ഈസാ നബി അലൈഹി ഇസ്ലാമിൻ്റെ കൃത്യമായ ചരിത്രം അവരുടെ യുക്തിക്കും ബുദ്ധിക്കും ചരിത്രത്തിനുമൊക്കെ വ്യക്തമായി മനസ്സിലാക്കാവുന്ന രൂപത്തിൽ അത് അള്ളാഹു നൽകിയിട്ടുണ്ട്. നമുക്ക് നിർത്താം. വ ആഖിറു ദഅ്വാനാ അനിൽ ഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.